സ്റ്റുഡൻസിന് വരുന്ന എല്ലാ എംബസി ഇൻ്റർവ്യൂകളിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ വിസ അഥവാ റെഫ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. എല്ലാ കുട്ടികളും പാനിക്കായിട്ട് ഫസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ലെറ്റസ് ബി പോസിറ്റീവ്, അടുത്ത കൺട്രിയും ബെറ്റർ ആയിട്ടുള്ള കോഴ്സ് നോക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ഒന്നും കൂടെ വെച്ച് ട്രൈ ചെയ്യുന്നുള്ളത്. അതിനെ കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വിസ ഓഫീസേഴ്സിന് അപ്പീലിംഗ് ആയിട്ടുള്ള റീസണിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് പറയാം. അതായത് ഫസ്റ്റ് നമ്മൾ അക്നോളജ് ചെയ്യണം, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും ഈ ഒരു വിസ റെഫ്യൂസിൽ വരുന്ന സമയത്ത്. അറ്റ് ദ സെയിം ടൈം പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും വെച്ച് പ്രോപ്പർ കോഴ്സ് എടുത്തിട്ടുള്ള എൻ്റെ ഈ അറ്റംപ്റ്റിനെ ഞാൻ സ്വയമേ അക്നോളജ് ചെയ്യുന്നു. അത് കൂടാതെ തന്നെ ഇനി നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് നടത്തി എൻ്റെ എറർ എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഞാൻ ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ഹംബിൾ ആൻസേഴ്സ് കൊടുക്കുന്നതായിരിക്കും വിസ ഓഫീസേഴ്സിന് ഏറ്റവും കൺവിൻസിങ് ആയിരിക്കുക. വൈ? ബിക്കോസ് നമ്മൾ ഒരു റെഫ്യൂസിൽ വന്നിട്ട് നെക്സ്റ്റ് സംഭവത്തിലേക്ക് പെട്ടെന്ന് കൺട്രിയും കോഴ്സും ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നത് അവർക്ക് അത്ര കൺവിൻസിങ് ആൻസർ ആവാറില്ല എന്ന് മാത്രമല്ല, ആ ആൻസറിൻ്റെ മുകളിൽ ആ കോൾ ഒരു റെഫ്യൂസലിലേക്ക് പോകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആൻസറിന് എങ്ങനെ റിപ്ലൈ ആണെന്നുള്ളത് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാനിവിടെ കൊടുത്തേക്കാം.